നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കും. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയത്. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ബംഗാൾ ഘടകം PBയുടെ മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി ഓരോ സംസ്ഥാനങ്ങളിലെയും സാധ്യതകളാണ് PB പരിശോധിക്കുന്നത്. സഖ്യ സാധ്യതകൾ സംബന്ധിച്ച് അതാത് സംസ്ഥാനങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച PB ഇക്കാര്യത്തിലെടുത്ത തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും. ബംഗാളിൽ കോൺഗ്രസുമായി വേദി പങ്കിടണമെന്ന ആവശ്യവുമായി ബംഗാൾ ഘടകം PBയെ സമീപിച്ചിരുന്നു. ഡൽഹിയിൽ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിനിടെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ബംഗാൾ നേതാക്കളായ വിമൽ ബോസും സൂര്യകാന്ത് മിശ്രയും മുഹമ്മദ് സലീമും പ്രത്യേകം കണ്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യത്തിൽ യോഗം തീരുമാനമെടുക്കും. കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലെ തീരുമാനത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളുടെയും നിലപാട്. അതിനാൽ പരസ്പരം മത്സരിക്കാതിരിക്കുകയും ജയസാധ്യതയുള്ള സീറ്റുകളിൽ പരസ്പരം സഹായിക്കുകയുമാകാമെന്ന നിലപാട് PB കൈക്കൊണ്ടേക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടത്തിയ റാലി വൻ വിജയമാണെന്ന വിലയിരുത്തലിലാണ് PB. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന നിർദ്ദേശവും PBയിലുണ്ട്. ബീഹാറിൽ RJDയും മഹാരാഷ്ട്രയിൽ NCPയും തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസുമായി സഖ്യത്തിലാണെങ്കിലും അവരുമായി ധാരണയുണ്ടാക്കണമെന്നാണ് CPM നിലപാട്. ഇതു സംബന്ധിച്ചും PBയിൽ ചർച്ച നടന്നു. മാർച്ച് മാസം ആദ്യവാരം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയും പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിക്കും. ന്യൂസ് 18 ഡൽഹി. കോൺഗ്രസ് PCC അധ്യക്ഷന്മാരുടെയും നിയമസഭാ കക്ഷി നേതാക്കളുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് യോഗം. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നിരുന്നു. PCC അധ്യക്ഷന്മാരും പ്രചാരണ സമിതി ചെയർമാൻമാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് യോഗം തീരുമാനിച്ചിരുന്നു. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ പര്യടനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 12 മുതൽ 15 വരെ നടക്കുന്ന റാലിക്ക് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലും പര്യടനം ആരംഭിക്കും. മൂന്നാം സീറ്റ് ആവശ്യം UDFൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളിൽ ആശയക്കുഴപ്പം. കോൺഗ്രസിലെ ബുദ്ധിമുട്ടിലാക്കി മൂന്നാം സീറ്റ് ആവശ്യപ്പെടുന്നത് അനൌചിത്യമാകുമെന്ന് നേതാക്കൾ കരുതുന്നു. എന്നാൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ അണികളിൽ അത് ഏത് രീതിയിൽ പ്രതികരിക്കാമെന്നതിൽ നേതാക്കൾക്ക് ആശങ്കയുണ്ട്. മൂന്നാം സീറ്റ് ആവശ്യം മുസ്ലിം ലീഗിലുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അണികളിലുണ്ടായ പൊതുവികാരം സമ്മർദ്ദമായി മാറിയതോടെ മൂന്നാം സീറ്റ് ചോദിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തോട് കോൺഗ്രസ് അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട സമയം സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലെന്ന വികാരമാണ് പാർട്ടിയിൽ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാടെത്തി നിലപാട് വ്യക്തമാക്കിയതോടെ മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിസന്ധിയിലായി. സീറ്റ് മുന്നണിയിൽ ചോദിച്ച് ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ അതും നേതൃത്വത്തിന് തിരിച്ചടിയാണ്. ഗുണദോഷങ്ങൾ പരിശോധിച്ചു മാത്രമേ സീറ്റ് വിഷയത്തിൽ നിലപാടെടുക്കൂവെന്ന ജനറൽ സെക്രട്ടറി KP അമജീദിന്റെ വാക്കുകൾ പാർട്ടിയിലെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതാണ്. എല്ലാവരുമായി ചർച്ച ചെയ്ത് പാർട്ടിക്ക് ഗുണകരമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ UDFന് ഗുണകരമാണെങ്കിൽ ആ രീതിയിലെ കാര്യങ്ങൾ വരും. അത് ഇപ്പോൾ പറയാവുന്ന രീതിയിലല്ല ഇപ്പോൾ സംഘടിപ്പിച്ചത്. മൂന്നാം സീറ്റ് ആവശ്യം മുന്നിൽ വെച്ച് വരുന്ന രാജ്യസഭാ സീറ്റോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റോ വാങ്ങിയെടുക്കുകയാണ് നേതൃത്വത്തിന് മുന്നിലുള്ള പോംവഴി. ഇതുവഴി അണികളെ തൃപ്തിപ്പെടുത്താനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. അതേസമയം മൂന്നാം സീറ്റിനായി പാർട്ടിയിലെ ചില യുവനേതാക്കളുടെ പിന്തുണയോടെ 4 സീറ്റ് ഫോർ IUML എന്ന ഫേസ്ബുക്ക് പേജും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ബാഫക്കി സ്റ്റഡി സർക്കിൾ പ്രവർത്തകരാണ് പേജിന് പിന്നിൽ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കും. രാവിലെ വൈക്കത്ത് ആരംഭിക്കുന്ന യാത്ര വൈകുന്നേരം പാലിയിൽ സമാപിക്കും. കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷൻ K മുരളീധരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ ആലപ്പുഴ ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. വിജയസാധ്യത വിലയിരുത്തിയ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ധാരണയിൽ പോലും എത്താൻ കഴിയാത്തതാണ് BJP നേരിടുന്ന വെല്ലുവിളി. ഇടത് വലത് മുന്നണികൾ സിറ്റിംഗ് സീറ്റിലടക്കം ഇക്കാര്യത്തിൽ ധാരണയോടെ മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് അക്കൌണ്ട് തുറക്കാനുള്ള നീക്കത്തിന് ഇത് തിരിച്ചടിയാകുമെന്നാണ് BJP ക്യാമ്പിന്റെ ആശങ്ക. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംഘടനാ സംവിധാനത്തെ മറികടന്ന് RSS നടത്തുന്ന ഇടപെടലുകളോടും സംസ്ഥാന BJPയിൽ എതിർപ്പുണ്ട്. പ്രഖ്യാപനമായില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച കൃത്യമായ ധാരണയോടെയാണ് ഇടതു വലതു മുന്നണികളുടെ പ്രവർത്തനം. പക്ഷേ ഇക്കാര്യത്തിൽ BJP ക്യാമ്പിൽ ഇപ്പോഴും കടുത്ത ആശയക്കുഴപ്പം തുടരുകയാണ്. വിജയസാധ്യത ഏറ്റവും വിലയിരുത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും അവ്യക്തത തുടരുന്നു. പല പേരുകളും ചർച്ചയാവുന്നുണ്ടെങ്കിലും പൊതുസമ്മതർക്കുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയിട്ടും ഇക്കാര്യത്തിൽ തുടരുന്ന അവ്യക്തത സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ ബാധിക്കുമെന്നാണ് BJP നേതാക്കളുടെ ആശങ്ക.
തിരുവനന്തപുരത്തിന് പുറമെ ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളാണ് BJP A+ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ RSSന്റേതാണ് ഇപ്പോൾ അവസാന വാക്ക്. A+ മണ്ഡലങ്ങളിൽ RSS നിർദ്ദേശിക്കുന്ന പേരുകളിൽ ഒന്നിൽ പോലും സംസ്ഥാന BJP നേതാക്കളില്ലെന്നാണ് സൂചന. സംഘടനാ സംവിധാനത്തെ മറികടന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം RSS നടത്തുന്ന ഇടപെടലുകളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ ഒരു വിഭാഗം BJP നേതാക്കൾ ഈ പരാതി ഉന്നയിച്ചു. സ്ഥാനാർത്ഥികൾ പിന്നാലെ വരും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. പക്ഷേ പ്രധാന സാധ്യതാ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളാവാത്തത് പ്രാഥമിക ഒരുക്കത്തിന് വെല്ലുവിളിയാകുമെന്ന് BJP പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. വിജയസാധ്യതാ മണ്ഡലങ്ങളിൽ പൊതുസമ്മതർ വരട്ടെ എന്ന വാദം സംസ്ഥാന BJP നേതാക്കളെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് ഇടവരുത്തു എന്നും ഇവർക്ക് പരാതിയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ തൊഗാഡിയ ഇന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും. ഹിന്ദുമത വിശ്വാസികളെ വഞ്ചിക്കുന്ന BJP നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നതെന്ന് പ്രവീൺ തൊഗാഡിയ പറഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും വാഗ്ദാനം പാലിക്കാതെ BJP ഹിന്ദുക്കളെ വഞ്ചിച്ചുവെന്നും തൊഗാഡിയ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും. പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തുമായി ഇടഞ്ഞ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന പുതിയ സംഘടന തൊഗാഡിയ പ്രഖ്യാപിച്ചിരുന്നു. ദില്ലിയിലാണ് പാർട്ടി പ്രഖ്യാപനം. ആരാകും സ്ഥാനാർത്ഥി? ശബരിമല സ്ത്രീ പ്രവേശന പ്രക്ഷോഭത്തിന്റെ നേട്ടം നേരിട്ട് കൊയ്യാൻ പത്തനംതിട്ടയിൽ BJP ആരെ ഇറക്കും? MT രമേശിനെ തന്നെ വീണ്ടും പരീക്ഷിക്കുമോ അതോ പന്തളം രാജകുടുംബാംഗത്തിനെ തന്നെ ഇറക്കുമോ? സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ വീണ്ടും പരീക്ഷിക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഇരു മുന്നണികളെയും നേരിടാൻ വേണ്ടി വന്നാൽ പൊതുസമ്മതനെ പോലും ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി. പത്തനംതിട്ട ജില്ലയിലെ 5ഉം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. പഴയ സ്വഭാവമല്ല ഇപ്പോൾ മണ്ഡലത്തിന്. ശബരിമല പ്രക്ഷോഭം തന്നെയാണ് കാരണം. എങ്കിലും സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിക്ക് തന്നെയാണ് കോൺഗ്രസിൽ പ്രഥമ പരിഗണന. കഴിഞ്ഞ 2 തവണയായി നടത്തിയ വികസന പ്രവർത്തനങ്ങളെയാണ് മൂന്നാം ഊഴത്തിനായി ആന്റോ കൂട്ടുപിടിക്കുന്നത്. പത്തനംതിട്ടയിലെ ജനങ്ങളുടെ പ്രത്യേകത വികസന കാര്യങ്ങളിൽ അവർ രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള വലിയ മാതൃക അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വികസന കാര്യങ്ങളെ എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ലഭിച്ച മേൽക്കൈയിലാണ് LDFന്റെ പ്രതീക്ഷ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ പേരാണ് LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത്. KJ തോമസ് മത്സരിച്ചില്ലെങ്കിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനും ആലോചനയുണ്ട്. വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അത് സംബന്ധിച്ചെല്ലാം ആലോചിച്ച് എൻ്റെ അവസാന തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള നല്ല വിലയിരുത്തൽ നടത്തി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങളിവിടെ മത്സരിക്കും. ശബരിമല പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പന്തളം രാജകുടുംബത്തിൽ നിന്നുള്ള ശശികുമാരവർമ്മയെ പോലും BJP ആലോചിക്കുന്നു. പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യം അംഗീകരിക്കേണ്ടി വന്നാൽ MT രമേശ്, K സുരേന്ദ്രൻ തുടങ്ങിയവരിൽ ഒരാൾക്ക് നറുക്ക് വീണേക്കും. മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയെ അനുനയിപ്പിച്ച് മത്സരത്തിനിറക്കണമെന്നാവശ്യപ്പെടുന്നവരും പാർട്ടിയിലുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും പത്തനംതിട്ടയിൽ ശബരിമല തന്നെയായിരിക്കും BJPയുടെ വോട്ട് വിഷയം. ശ്യാം ദേവരാജ്, ന്യൂസ് 18, പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായത് CPMനുള്ളിലെ വിഭാഗീയതയായിരുന്നുവെന്ന് സിന്ധു ജോയി. പാർട്ടിക്കുള്ളിൽ ചില കേന്ദ്രങ്ങൾ തന്റെ തോൽവി ആഗ്രഹിച്ചിരുന്നു. അധികം വൈകാതെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരുമെന്നും സിന്ധു ന്യൂസ് 18നോട് പറഞ്ഞു. SFIയിലൂടെയാണ് സിന്ധു ജോയി പൊതുരാഷ്ട്രീയ രംഗത്തെത്തുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ചു. KV തോമസ് ആയിരുന്നു എതിരാളി. കടുത്ത മത്സരത്തിനൊടുവിൽ പരാജയം. പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറൽ. ഒരിടവേളയ്ക്ക് ശേഷം സിന്ധു ജോയി തുറന്നു പറയുന്നു, തന്റെ തോൽവിക്ക് കാരണമായത് CPMനുള്ളിലെ വിഭാഗീയതയാണ്. പാർട്ടിയിലെ ചിലർ തന്റെ തോൽവി ആഗ്രഹിച്ചിരുന്നു. CPMന്റെ ഒരു വിഭാഗീയതയുടെ ഇരയായി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയാണ്. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ പോലും അതിനോട് യോജിച്ചിരുന്ന കുറേ പേരുണ്ടായിരുന്നു എറണാകുളത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് എൻ്റെ ഈ ജയിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം ഒരുപക്ഷെ. താൻ വിഭാഗീയതയുടെ ഇരയാണ്. തോൽവി ആഗ്രഹിച്ചവർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നുണ്ട്. ഇതിനെതിരെ പരാതി നൽകാനോ വിശദീകരണം നൽകാനോ തനിക്കെന്ന് സാധിച്ചില്ല. അന്ന് എനിക്കതൊന്നും മനസ്സിലാക്കാനോ ഒന്നും എനിക്ക്
പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് അന്നും ഇതെനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ അപകീർത്തികരമായ വാർത്തകൾ ചമച്ചുണ്ടാക്കിയിട്ട് അത് ഓരോ വീടുകളിലും ആ പ്രസിദ്ധീകരണം കൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. UDFന്റെ ആളുകൾ പോലും ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയം, എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. താൻ വൈകാതെ രാഷ്ട്രീയ രംഗത്ത് മടങ്ങിയെത്തുമെന്നും സിന്ധു ജോയ് പറഞ്ഞു. എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു ഫാഷിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇനി മടങ്ങി വരിക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. വിനീത VG, ന്യൂസ് 18 കൊച്ചി. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ CBI ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഷില്ലോങ്ങിൽ ഹാജരാകണമെന്ന് സുപ്രീംകോടതി രാജീവ് കുമാറിന് നിർദ്ദേശം നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിനെത്തിയ CBI സംഘത്തെ തടഞ്ഞുവെച്ചത് പശ്ചിമബംഗാൾ കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ വാക്പോരിനും കാരണമായിരുന്നു. ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പ് അന്വേഷണ സംഘത്തിലെ മുൻ ഉദ്യോഗസ്ഥനായ രാജീവ് കുമാറിന്റെ വസതിയിൽ റെയ്ഡ് ചെയ്യാനെത്തിയ CBI സംഘത്തെയാണ് ബംഗാൾ പോലീസ് കഴിഞ്ഞയാഴ്ച തടഞ്ഞത്. ഫെഡറൽ സംവിധാനത്തിനു മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റമെന്ന് ആരോപിച്ച മമതാ ബാനർജി ധർണയിരുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ മമത വിലയിരുത്തപ്പെട്ടു. സുപ്രീം കോടതിയെ സമീപിച്ചതോടെ പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ CBIക്ക് അനുമതി ലഭിച്ചു. ഷില്ലോങ്ങിൽ വെച്ച് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. അറസ്റ്റ് അനുവദിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമത ധർണ അവസാനിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് MP കുനാൽ ഘോഷിനോട് നാളെ ഹാജരാകാനും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ലൈംഗിക പീഡന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നയിച്ച കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിൽ ഇന്ന് പ്രതിഷേധ കൺവെൻഷൻ നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്താണ് കൺവെൻഷൻ. സ്ഥലം മാറ്റപ്പെട്ട കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ സമരത്തിൽ പങ്കാളികളാകും. സ്ഥലമാറ്റം പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് സേവ് അവർ സിസ്റ്റേഴ്സ് ഫോറം. കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. നിലയ്ക്കൽ മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. നിരോധനാജ്ഞ സമയത്തെ നിയന്ത്രണം അതേപടി തുടരാനാണ് പോലീസ് ആലോചിക്കുന്നത്. നട തുറക്കുന്ന 12-ാം തീയതി രാവിലെ 10 മണി മുതൽ മാത്രമേ തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. വിവിധ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ കണക്കിലെടുത്താണ് തീരുമാനം. മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണം ബാധകമാണ് എന്ന് പോലീസ് അറിയിച്ചു. തെക്കൻ കാശ്മീരിലെ കുൽഗാമിൽ ഹിമപാതത്തിൽപ്പെട്ട് 5 പോലീസുകാർ ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അപകടത്തിൽ നിന്നും നേരത്തെ 2 പോലീസുകാരെ രക്ഷപ്പെടുത്തിയിരുന്നു. ശ്രീനഗർ ജമ്മു ദേശീയപാതയിൽ ജവഹർ ടൌണിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. 10 പോലീസുകാർ ഓടി രക്ഷപ്പെട്ടിരുന്നു. കനത്ത കാറ്റും മഞ്ഞുവീഴ്ചയും മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായതാണ് മരണത്തിന് കാരണമായത്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും 78 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഉണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 42ആയി. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിലും ഉത്തർപ്രദേശിലെ സിഹ്റാൻപൂർ, കുശിനഗർ ജില്ലകളിലും ഇന്നലെയാണ് വ്യാജമദ്യ ദുരന്തം ഉണ്ടായത്. വ്യാജമദ്യം കഴിച്ച് നിരവധി പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. വ്യാജമദ്യ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾ ഉത്തരവിട്ടു. യുഎസിലെ ടെക്സാസിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ബാലിക ഷെറിൻ മാത്യൂസിന്റെ രക്ഷിതാക്കളെ പ്രത്യേകമായി വിചാരണ ചെയ്യും. മലയാളി ദമ്പതികളായ വെസ്ലി മാത്യൂസ്, സിനി മാത്യൂസ് എന്നിവരാണ് വളർത്തുപുത്രിയായിരുന്ന 3 വയസ്സുകാരി ഷെറിൻ മാത്യൂസ്. ബീഹാറിലെ അനാഥാലയത്തിൽ നിന്നും 2016-ലാണ് കുട്ടിയെ ദത്തെടുത്തത്. ടെക്സാസിലെ ദമ്പതികളുടെ വസതിക്ക് സമീപമുള്ള കലിങ്കിനടിയിൽ നിന്നും 2017 ഒക്ടോബർ 22-ലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ അറസ്റ്റിലായ ഇരുവരും ഡാളസ് കൌണ്ടി ജയിലിലാണ്. സൈനിക ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തി മാർച്ച് 24-ന് നടക്കുന്ന തായ്ലാന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കാനൊരുങ്ങി തായി രാജകുമാരി. ഉബോൽ രത്ന രാജകന്യ സിരിവേദന ബർണവാടി രാജകുമാരിയാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് രാജകുടുംബത്തിൽ നിന്നും ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പട്ടാളത്തെ പേടിച്ച് പ്രവാസത്തിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി താക്സിൽ ഷിനവാത്രയെ പിന്തുണയ്ക്കുന്ന തായി രക്ഷാ ചാട്ട് പാർട്ടിയുടെ നോമിനിയാണ് ഉബോൽ രത്ന. രാജകുമാരിയുടെ പ്രഖ്യാപനം പട്ടാള മേധാവിയെയും നിലവിലെ പ്രധാനമന്ത്രിയുമായ പ്രയുത് ചാൻ-ഒയുടെ സാധ്യതകൾക്കാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്.
ഫിലിപ്പൈൻസിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടില്ല. ആലപ്പാട് IRELന്റെ കരിമണൽ ഖനനവിരുദ്ധ സത്യാഗ്രഹം ഇന്ന് 101ാം ദിവസം. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പാട് ഗ്രാമം മുഴുവൻ ഇന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തും. ചെറിയ അഴീക്കൽ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന 100 പേരുടെ ഐക്യദാർഢ്യ സത്യാഗ്രഹം രാവിലെ അവസാനിപ്പിക്കും. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി മറ്റിടങ്ങളിലെ ജനകീയ സമര നേതാക്കളെ വരും ദിവസങ്ങളിൽ ആലപ്പാടെത്തിക്കും. ഖനനം നിർത്തിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഖനനവിരുദ്ധ സമരസമിതിയുടെ നിലപാട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോയൽ മറൈൻ സർവീസസ് എന്ന സ്ഥാപനം കേരള, തമിഴ്നാട് എന്നിടങ്ങളിൽ നിന്നായി 200ഓളം പേരെ കബളിപ്പിച്ചുവെന്നാണ് പരാതി. 1 ലക്ഷം രൂപ വീതം പിരിച്ചെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും കമ്പനി വിസ നൽകാതെ യുവാക്കളെ കബളിപ്പിച്ചു. വിദേശത്തൊരു ജോലി എന്ന സ്വപ്നവുമായാണ് നെയ്യാറ്റിൻകര സ്വദേശി സന്തോഷ് കുമാർ ജോയൽ മറൈൻ സർവീസസ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത്. ഗൾഫിൽ നിർമ്മാണ മേഖലയിലെ ജോലിക്ക് 3000 ദിനാർ ശമ്പളമായിരുന്നു വാഗ്ദാനം. 45 ദിവസത്തിനകത്ത് വിസ തരുമെന്ന് പറഞ്ഞിരുന്നു. ഈ 45 ദിവസത്തിനകത്ത് നമുക്ക് വിസ വന്നില്ലായിരുന്നു. അപ്പം ഇവിടുത്തെ ഏജൻറ്റുമായിട്ട് അവരെ തെറ്റിയതുകൊണ്ട് അവർ പറഞ്ഞ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരിട്ട് ഫസ്റ്റ് 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് അഡ്വാൻസ് കൊണ്ട് കൊടുത്തു. അന്ന് അവർ റെസിപ്റ്റാണ് ഒപ്പിട്ട് തന്നത്. പിന്നെ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം പിന്നെ ഉള്ള എല്ലാം നടത്തിയിരുന്നത് ബാങ്ക് മുഖാന്തരമാണ് ട്രാൻസ്ഫർ നടന്നിരുന്നത്. ഓഫർ ലെറ്റർ വരുമ്പം പിന്നെ 50,000 രൂപ കൊടുത്തു. 1.5 ലക്ഷത്തോളം രൂപ 2 ഘട്ടമായി നൽകിയപ്പോൾ വിസിറ്റിംഗ് വിസ മാത്രം നൽകി കബളിപ്പിച്ചു. മലയാളികളായ റിക്രൂട്ടിംഗ് കമ്പനി ജീവനക്കാർക്ക് പണം നൽകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസിന് പരാതി നൽകിയത്. സമാന അനുഭവവുമായി കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി 200ഓളം പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്ത് റിക്രൂട്ടിംഗ് ഏജൻസി നടത്തിപ്പുകാർ മുങ്ങി. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി 6 മാസമായി 7 മാസമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും നടന്നില്ല. ഇപ്പോൾ ഈ വിസ കൂടി വന്ന് ഇത്ര 1.5 ലക്ഷം രൂപ വരെ കയ്യിലായതിനു ശേഷമാണ് ഇപ്പോൾ അവർ ഓഫീസ് പൂട്ടി മാറിയിരിക്കുന്നത്. ഇപ്പം തമിഴ്നാടും കുറേ ഗ്രൂപ്പുകളുണ്ട്. 200 പേരോളം കുടുങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 70 പേര്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു 130 പേര്, ഏകദേശം ഇത്രയും പേര് കാണും. അപ്പോൾ അവരോടെല്ലാം പൈസ മേടിച്ചിട്ടുണ്ട്. ഇവർ ലാസ്റ്റ് ടൈം 22-ാം തീയതി എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളം പറഞ്ഞിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവർ പോയത്. വിസ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവരുടെ പരാതി. ജോയൽ മറൈൻ സർവീസസ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറിയ പല രേഖകളും വ്യാജമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ പ്രധാന കഞ്ചാവ് മയക്കുമരുന്ന് കടത്തിടനാഴിയായി പാലക്കാട് മാറുന്നു. ഈ വർഷം ഇതുവരെ 90 കിലോ കഞ്ചാവാണ് എക്സൈസ് മാത്രം പിടികൂടിയത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം. പാലക്കാടൻ ചുരം കടന്ന് കേരളത്തിലേക്ക് കഞ്ചാവും മയക്കുമരുന്നും വൻതോതിൽ എത്തുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ജനുവരി മുതൽ ഇന്നലെ വരെയുള്ള 39 ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എക്സൈസ് വകുപ്പ് മാത്രം 90 കിലോ കഞ്ചാവ് പിടികൂടി. 1202 ലഹരി ഗുളികകളും 408 കഞ്ചാവ് ചെടികളും പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷം 452 കിലോ കഞ്ചാവും 40 കിലോ ഹാഷിഷുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇതിന് സമാനമാണ് പോലീസ് പിടികൂടിയ കേസുകളും. ഈ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മുൻകാലത്തേക്കാൾ ലഹരി കടത്ത് വർദ്ധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ലഹരി കടത്തെന്ന് എക്സൈസ് വ്യക്തമാക്കുന്നു. കോളേജ്, അതുപോലെ തന്നെ കോളനികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ബഹുഭൂരിപക്ഷവും കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കളെ പ്രത്യേക രീതിയിൽ ഇതിന് അഡിക്റ്റ് ആക്കുന്ന ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് സംശയിക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് മാർഗവും ട്രെയിൻ മാർഗവും എളുപ്പത്തിൽ കടക്കാൻ കഴിയും എന്നതാണ് ലഹരി മാഫിയ പാലക്കാട് വഴി തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിവ എത്തിച്ച ശേഷമാണ് ഏജന്റുകൾ മുഖേന കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് ഇവ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടുകൂടി പരിശോധന കർശനമാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ട്രെയിനുകളിലും പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. 80 കിലോ കഞ്ചാവുമായി തിരുവനന്തപുരത്ത് 2 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ വൈരമുത്തു, മലേച്ചാമി എന്നിവരാണ് പോലീസ് പിടിയിലായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ശൃംഖലയിലുള്ളവരാണ് പിടിയിലായത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞു. കഞ്ചാവ് കടത്തിയ 2 അംഗ സംഘത്തെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിച്ചലിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്.
മധുര സ്വദേശികളായ വൈരമുത്തു, മലൈച്ചാമി എന്നിവരാണ് അറസ്റ്റിലായത്. 80 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. 20 ലക്ഷത്തോളം രൂപ വില വരും. സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ കോബ്രയുടെ ഭാഗമായിരുന്നു അറസ്റ്റ്. നേമം പള്ളിച്ചൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ 80 കിലോയോളം ഗഞ്ചായുമായിട്ട് ഒരു കാറിൽ വന്ന 2 പേര്, ഒരു വൈരമുത്തുവും മലൈച്ചാമിയും 2 പേര്, അവർ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. 40 പാക്കറ്റുകളിലായിട്ട് ആണ് ഈ ഒരു 80 കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നത്. പ്രതികൾ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് പിടിയിലായത്. നേരത്തെയും തിരുവനന്തപുരത്തേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നതായി പ്രതികൾ മൊഴി നൽകി. കേസിൽ കൂടുതൽ അറസ്റ്റ് അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ക്ഷേത്ര ഉത്സവത്തിനെത്തിച്ച കൊമ്പൻ ഇടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 2 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ചേമ്പാലക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള ദേശപൂരത്തിൽ തിടമ്പേറ്റിയ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇടയുകയായിരുന്നു. ആനയെ വീട്ടുമുറ്റത്തേക്ക് എഴുന്നള്ളിക്കുന്നതിനിടെ പുറകിൽ ചിലർ പടക്കം പൊട്ടിച്ചതാണ് ഇടയാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാഴ്ചക്കുറവുള്ള ആന പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് വിരണ്ടോടുകയായിരുന്നു. കോട്ടപ്പടിയിലെ ബന്ധുവീട്ടിൽ ഉത്സവം കാണാനെത്തിയ കണ്ണൂർ സ്വദേശി നാരായണൻ എന്ന ബാബു, കോഴിക്കോട് സ്വദേശി ഗംഗാധരൻ എന്നിവരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണ് രാമചന്ദ്രൻ. മുൻപ് നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള ആനയാണിത്. 5 വർഷം മുൻപ് പെരുമ്പാവൂരിലെ കുറുപ്പമ്പടിയിൽ രാമചന്ദ്രന്റെ കുത്തേറ്റ് 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18 തൃശൂർ. മൂന്നാറിൽ പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിന് സമീപത്ത് അനുമതിയില്ലാതെ നിർമ്മിക്കുന്ന കെട്ടിടത്തിനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. റവന്യൂ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കണ്ണൻദേവൻ ഹിൽസ് വിട്ടു നൽകിയ സ്ഥലത്താണ് 1 കോടി രൂപ ചിലവഴിച്ച ദേവികുളം പഞ്ചായത്ത് വനിതാ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ തീരം കയ്യേറിയാണ് നിർമ്മാണമെന്നാരോപിച്ച് പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുകയും NOC ഇല്ലാതെയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. നിർമ്മാണം നിർത്തിവെക്കാൻ ദേവികുളം സബ് കളക്ടർ രേണുരാജ് ഉത്തരവിട്ടു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ ദേവികുളം MLA S രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പഞ്ചായത്തിന്റെ സ്ഥലത്തെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണെന്നായിരുന്നു MLAയുടെ വാദം. പ്രതിഷേധം കനത്തതോടെ റവന്യൂ ഉദ്യോഗസ്ഥർ മടങ്ങി. നിലവിൽ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ന്യൂസ് 18 മൂന്നാർ.